നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 31 വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. 2-ാം തീയതി ബുധൻ തുലാത്തിലേക്കും പിന്നീട് വീണ്ടും 24-ാം തീയതി തുലാത്തിൽ നിന്നും ബുധൻ വൃശ്ചികത്തിലേക്കും സംക്രമിക്കും. അതുപോലെ 9-ാം തീയതി ശുക്രൻ കന്നി രാശിയിലേക്ക് സംക്രമിക്കും. 17-ന് സൂര്യൻ തുലാം രാശിയിലേക്ക് സംക്രമിക്കും. 27-ന് ചൊവ്വ വൃശ്ചികം രാശിയിലേക്കും 18-ന് വ്യാഴം കർക്കിടകം രാശിയിലേക്കും സംക്രമിക്കും. ഇതാണ് ഈ മാസത്തെ സംക്രമ വ്യവസ്ഥകൾ. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും പ്രധാനമായും വ്യാഴമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കണം. ഏകദേശം ഒക്ടോബർ മാസം പകുതിയോടുകൂടി, അതായത് 18-ാം തീയതിയോടുകൂടി വ്യാഴം ഇവർക്ക് ഉച്ചരാശിയിലേക്ക്, എല്ലാവർക്കും വ്യാഴം ഉച്ചരാശിയിലേക്കാണ് വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അത് 4-ാം ഭാവമായി വരുന്നു. ചാരവശാൽ 4-ാം ഭാവം അത്രമേൽ ഗുണകരം ഒന്നും അല്ലെങ്കിലും കർക്കിടക രാശിയായതിനാൽ, ഉച്ചരാശിയായതിനാൽ പൊതുവേ ഗുണം, കർമ്മരംഗത്ത് ഗുണം, അതുപോലെ തന്നെ അവരുടെ ഭവനത്തിൽ ഗുണം, വീട്ടുപകരണങ്ങൾ പുതിയത് വാങ്ങുവാനോ അല്ലെങ്കിൽ വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ വാഹനം പുതിയത് വാങ്ങുവാനോ മാതൃകുടുംബവുമായി ബന്ധപ്പെട്ടോ കാരണവസ്ഥാനത്തുള്ളവരുമായി ബന്ധപ്പെട്ടോ ഗുണവുമൊക്കെ ഉണ്ടാവണം. പൊതുവേ ഐശ്വര്യവും ഗുണവും ഉണ്ടാവണം, ധനപരമായ നേട്ടമുണ്ടാവണം. അതുപോലെ തന്നെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ തക്കവണ്ണമുള്ള ഈശ്വരാനുഗ്രഹം അവർക്ക് വർദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ മാതാവിൻ്റെ കുടുംബക്കാരുമൊത്തോ അല്ലെങ്കിൽ മാതൃകുടുംബത്തിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും. എന്തായാലും പൊതുവെ ഗുണകരമാണ് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടി എടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്ന്, ശുക്രൻ ഇവർക്ക് 9-ാം തീയതിയോടുകൂടി, ആഴ്ചയുടെ ആദ്യത്തെ വാരം ഇവർക്ക് പൊതുവെ ഗുണകരമാണ്. കാരണം 5-ലാണ് ശുക്രൻ നിൽക്കുന്നത്. എന്നാലും സൂര്യൻ്റെ രാശിയിലായതിനാലും കേതു കൂടെ നിൽക്കുന്നതിനാലും ശുക്രൻ്റെ തനി ഗുണപരമായ അംശങ്ങൾ ഇവർക്ക് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ പൊതുവെയുള്ള കാര്യങ്ങളിലുമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം. മാത്രമല്ല സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ സന്താനങ്ങൾക്ക് മംഗളകരമായ ഏതെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിഷമം ഉണ്ടാക്കുന്ന ചില അനാസ്ഥകളോ ഉണ്ടാവാം. ശുക്രൻ എന്നാൽ 9-ാം തീയതിയോടുകൂടി ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്കാണ് മാറുന്നത്. കന്നി ശുക്രൻ്റെ നീചരാശിയാണ്. ശുക്രൻ നീചരാശിയിൽ പോവുകയും അത് 6-ാം ഭാവമായി വരികയും ചെയ്യുമ്പോൾ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സംബന്ധമായി അത്ര നല്ലതല്ല. ദാമ്പത്യം മാത്രമാണ്, ശൃംഗാരാദി വിഷയങ്ങളിലെ താല്പര്യം മാത്രമാണ് ഈ ഒരു കാലഘട്ടത്തിൽ മോശം. പക്ഷേ സാമ്പത്തികമായ നേട്ടമോ പ്രവർത്തനങ്ങളിൽ അവർക്കുണ്ടാകുന്ന വിജയമോ ഒന്നും ഇവിടെ നെഗറ്റീവായി ബാധിക്കില്ല. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിൽ 7-ൻ്റെ അധിപൻ ദോഷമില്ലാതെ നിൽക്കുന്നുണ്ട്. എന്നാൽ 7-ാം ഭാവത്തിൽ നിന്നിരുന്ന സൂര്യൻ ഏകദേശം ഒക്ടോബർ മാസം 17 വരെ സൂര്യനും അവിടെ നിൽക്കുന്നുണ്ട് 7-ൽ. ശുക്രൻ നീചനായി നിൽക്കുകയും സൂര്യൻ അവിടെ നിൽക്കുകയും സൂര്യൻ്റെയും ശത്രുരാശിയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ, പ്രത്യേകിച്ചും സ്ത്രീകൾ, അവർക്ക് വിവാഹ സംബന്ധമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ചിലപ്പോൾ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്ന മറുപടികൾ ഉണ്ടാവാം. അല്ലെങ്കിൽ പ്രണയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. വിദേശവുമായി ബന്ധപ്പെട്ട ചില യാത്രകൾക്ക് പ്രശ്നം വരാം. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ വ്യാഴം അവിടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട്, ഉച്ചരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഈശ്വരാനുഗ്രഹം പൊതുവേ ഉണ്ട്. പ്രത്യേകിച്ചും ഫിസിക്കൽ നേട്ടങ്ങൾ, ലൗകിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അവർക്ക് ഗുണമുണ്ട്. കർമ്മരംഗത്ത് ഗുണമുണ്ട്. 7 സ്വാഭാവികമായും ശൃംഗാരാദി വിഷയങ്ങളെക്കുറിച്ചും വിവാഹം, ദാമ്പത്യം, പ്രണയം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് കൊണ്ട് ശുക്രൻ അവിടെ നീചാവസ്ഥയിൽ നിൽക്കുകയും സൂര്യൻ അവിടെ നിൽക്കുകയും ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല. മാത്രമല്ല 17-ന് ശേഷം ശുക്രൻ അഷ്ടമരാശിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അഷ്ടമരാശി സൂര്യൻ്റെ നീചരാശിയാണ്. മാത്രമല്ല അത് ശുക്രൻ്റെ രാശി കൂടിയാണ്. ഇതെല്ലാം തന്നെ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിലായിരിക്കും മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത. വിവാഹ സംബന്ധമായ കാര്യത്തിലായാലും ശരി, പ്രണയ സംബന്ധമായ കാര്യത്തിലായാലും ശരി. എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയുടെ കാര്യത്തിലും അല്ലെങ്കിൽ വിദേശത്ത് ജോലിസ്ഥിരതയുടെ കാര്യത്തിലും പൊതുവെ സമ്പത്ത് വർദ്ധിക്കുന്ന കാര്യത്തിലും പൊതുവെയുള്ള വീട്ടിലെ ഐശ്വര്യവും പ്രതാപവും ധനപരമായ നേട്ടവും ഒക്കെ തന്നെ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രാർത്ഥന കൊണ്ടും മറ്റുമൊക്കെ ദേവീ കടാക്ഷം കൊണ്ടുമൊക്കെ ഒരു പരിധിവരെ ഇവർക്ക് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളെ ചെറുത്തു നിൽക്കാൻ സാധിക്കും.
രോഗസംബന്ധമായി നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, പ്രത്യേകിച്ചും ഗർഭാശയം വരുന്ന ശാരീരിക ഭാഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താന ലബ്ധിയുമായി ബന്ധപ്പെട്ട് ചില വിഷമാവസ്ഥകൾ തരണം ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ശരിക്കു പറഞ്ഞാൽ ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, ജെനിറ്റൽ ഓർഗൻസ്, ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അവശതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് എടുത്തു കാണാം. ഒക്ടോബർ മാസം പകുതിക്ക് ശേഷം പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വേണം. അതുപോലെ ഒക്ടോബർ മാസം പകുതിക്ക് ശേഷം മേടക്കൂറിൽപ്പെട്ടവർ അവരുടെ മേലധികാരികളുമായി തർക്കമുണ്ടാകാനോ അത് മാനസിക വിഷമം ഉണ്ടാക്കാനോ സാധ്യതയുണ്ട്. എല്ലാത്തിനും മേലെ ഈശ്വരാധീനം എന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടും ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടും ഇവർക്ക് പൊതുവേ കാര്യങ്ങളെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. വിഷമാവസ്ഥകൾ ഉണ്ടാകില്ല എന്നല്ല, ആ വിഷമങ്ങളെ അവർക്ക് നന്നായി തരണം ചെയ്യാൻ സാധിക്കും. അതിൻ്റേതായ മാനസിക സംതൃപ്തിയും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി പറയാനുള്ള കാര്യം. വീട്ടിലേക്ക് ധനം നല്ല രീതിയിൽ ഒഴുകി വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ലോട്ടറി വരെ ഇവരെ അടിക്കാം. 2 മാസത്തേക്കാണ് വ്യാഴം അതിചാരം കൊണ്ട് കർക്കിടക രാശിയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞാൽ 2026 ജൂൺ തൊട്ട് ഇവർക്ക്, ജൂൺ മാസം 2-ാം തീയതി തൊട്ട് മേടക്കൂറിന് വ്യാഴം 4-ൽ വരുന്നുണ്ട്. പിന്നീട് അടുത്ത വർഷം 5-ലുമൊക്കെയാണ്. അത് പൊതുവേ ഗുണമാണ്. അതിപ്പോൾ 7.5 ശനിയുടെ ദോഷവശങ്ങളെ ഒരു പരിധിവരെ ചെറുക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ഇവർക്ക് ഈ മാസത്തെ ഫലം നോക്കുമ്പോൾ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും, യാത്രയിൽ ആദ്യം ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും വിദേശയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമമായി വിജയമുണ്ടാവുകയും ഒക്കെ ചെയ്യും. ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചില സ്വരച്ചേർച്ചകളും അതുമായി ബന്ധപ്പെട്ട മാനസിക വിഷമങ്ങളുമാണ് ഈ മാസത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത്. വിദ്യാഭ്യാസ സംബന്ധമായൊക്കെ ഗുണമാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നല്ല മാനസിക സംതൃപ്തി ഉണ്ടാകുമെന്നും കാണുന്നു. ഒക്ടോബർ മാസത്തിൽ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2, 3, 4, 5 ദിവസങ്ങൾ. അത് കഴിഞ്ഞാൽ 8, 9, 12, 13, 19, 20, 21, 22, 23 രാത്രി 9:30 വരെയും ശേഷം 29, 30, 31 ദിവസങ്ങളും താരതമ്യേന മേന്മയുള്ളതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നുമൊക്കെ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം വലിയ ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇതുവഴി ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഭാവിയിൽ ഉയർച്ച കിട്ടുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. മടിച്ചു നിന്നിരുന്നവർ ഈ പ്രത്യേകിച്ചും ബന്ധുക്കളോ സുഹൃത്തുക്കളോ സഹോദര സ്ഥാനത്തുള്ളവരോ ഒക്കെ ഇവരുടെ മാനസിക സന്തോഷത്തിന് ഉതകുന്ന വിധത്തിലുള്ള ചില കർമ്മങ്ങളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരെ സഹായിക്കുന്ന തരത്തിൽ മാറുകയോ ചെയ്യാം. കലഹിച്ചു നിന്നിരുന്നവരും വിഷമിച്ച് ഇവരുടെ കാര്യങ്ങളിൽ സഹതപിച്ച് എന്നാൽ ഒരു പ്രയോജനവും ചെയ്യാതെ നിന്നവരുമൊക്കെ വളരെ ക്രിയാത്മകമായി ഇടപെടുകയും ഇവർക്ക് ഗുണം നൽകുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ 9-ാം തീയതിക്ക് ശേഷം ശുക്രൻ നീചരാശിയിലാണ് പോകുന്നതെങ്കിലും അതിൻ്റെ അധിപ സ്ഥാനത്തുള്ളവർ മാസത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ കേന്ദ്രഭാവങ്ങളിൽ വരുന്നതുകൊണ്ട് അവസാനത്തെ ആഴ്ച പൊതുവെ ഇവർക്ക് വളരെ ഗുണകരമായ ചില അവസ്ഥകൾ ഉണ്ടാകാം. ചിലപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് മാസ അവസാനം വളരെ ശക്തമായ ചില പോസിറ്റീവായ ചില തീരുമാനങ്ങളുണ്ടാവാം. പെട്ടെന്ന് ചില വിദേശയാത്രകൾ തരപ്പെടുകയോ അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ജോലി ലഭിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരാരെങ്കിലും വിദേശത്ത് ഉള്ളവർ ഇപ്പോൾ അവരുടെ സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ശ്രമവുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായ ചില നീക്കങ്ങൾ, അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകാം. ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഇവർക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാനോ അവരുമായി ബന്ധപ്പെട്ട് വളരെ നല്ല ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ വളരെ നല്ല ഒരു ഹോംലിയായ അന്തരീക്ഷം അവിടെ ഉയർത്തുവാനോ പടുത്തുയർത്തുവാനോ ഒക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ മാനസികോല്ലാസത്തിനും മാനസിക സന്തോഷത്തിനും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഇവർക്ക് ഗുണം കാണുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ഇവരുടെ തന്നെ ചില പ്രവർത്തനങ്ങൾ, ചില വ്യക്തികളുടെ ഇടപെടൽ കാരണം മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയും ഒരു പരിധിവരെ ആ തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ട് പോകാനുള്ള ചില ശ്രമങ്ങൾ ഇവർക്ക് ലഭ്യമായി കിട്ടുന്നതാണ്. പ്രത്യേകിച്ചും സ്വന്തം നാട്ടിൽ ഉപജീവനാർത്ഥം ജീവിക്കുന്നവർക്കാണ് അത് കൂടുതൽ ഗുണകരമായി വരുന്നത്. ഇനി വിദേശത്തോ അല്ലെങ്കിൽ
ഇന്ത്യയിലെ തന്നെ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ആണ് ഈ നക്ഷത്രക്കാർ ജോലിയെടുക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ മേലധികാരികളുമായോ തൊട്ടടുത്ത ബോസുമായോ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ അയവ് വരുന്നതായി കാണാം. അത് ജോലിയിൽ കുറച്ചുകൂടി ഇവർക്ക് മാനസികമായി ഒരു ഈസിനെസ്, ഒരു സുഗമമായ അവസ്ഥ സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ കർമ്മരംഗം കുറച്ച് ശോഭനീയമായി മാറുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവെ ഗുണകരമായ ചില അവസ്ഥകൾ ഇവർക്ക് ഇപ്പോൾ അനുകൂലമായി കിട്ടുന്നുണ്ടെങ്കിലും കുടുംബത്തിൽ മാതാവിന് രോഗാവസ്ഥകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരുടെ കാൽപാദങ്ങളിലും ഉദരത്തിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ ചില ഓപ്പറേഷനുകൾ, ചില ശസ്ത്രക്രിയകൾ ചിലപ്പോൾ വേണ്ടിവരുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യത്തെ 3 ആഴ്ചകൾക്കുള്ളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില അവശതകൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ച ഇവർക്ക് പൊടുന്നനവേ ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നതായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകാവുന്ന ചില കലഹമോ അഭിപ്രായ വ്യത്യാസങ്ങളോ മൂലം ജീവിത പങ്കാളിയിൽ നിന്ന് മാനസികമായി അകന്നു നിൽക്കേണ്ടതായി വരുന്നതോ കാണുന്നു. ചിലപ്പോൾ അത് ശാരീരികമായി തന്നെ അകന്നു നിൽക്കേണ്ടതായി വരാം, കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം, പിണങ്ങി തന്നെ പോകണമെന്നില്ല, ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ മറ്റോ ആയിരിക്കാം ചിലപ്പോൾ പോകുന്നത്. എന്തായാലും വീട് വിട്ടോ സ്വന്തം നാട് വിട്ടോ മാസത്തിൻ്റെ അവസാന വാരങ്ങളിൽ ദൂരെ എവിടെയെങ്കിലും പോകേണ്ടി വരുമെന്ന് കാണുന്നു. സാമ്പത്തികമായി ഇവർക്ക് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. കൂടുതൽ സാമ്പത്തിക നേട്ടത്തിനും സാമ്പത്തികമായ ഭദ്രതയ്ക്കും വേണ്ടി പുതിയ ചില ശ്രമങ്ങൾ ഇവർ നടത്തുകയും ആ ശ്രമങ്ങളിൽ ഏകദേശം 95% ഇവർക്ക് വിജയമുണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷമാണ് കൂടുതലായി ഇവരുടെ കടബാധ്യതയിൽ നിന്ന് ഇവർക്ക് മോചനമുണ്ടാകുക. അതുപോലെ തന്നെയാണ് മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ, പുതിയ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ കുറച്ചുകൂടി സുഗമമായ ഒരു വഴി തുറന്നു കിട്ടുന്നത് മാസത്തിൻ്റെ 2ാം പകുതിയായിരിക്കും. അതുപോലെ തന്നെയാണ് കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ, പിതാവിൻ്റെ അവസ്ഥ, ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, ഈ ഭാഗത്തൊക്കെ നേരിയ തോതിലെങ്കിലും ചില അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. മറിച്ച് ഇവർക്ക് ഗുണകരമായ അവസ്ഥ പ്രധാനമായും കാണുന്നത് ജോലിയിൽ ഇവർ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഭാവിയിൽ സക്സസ്ഫുള്ളായി മാറുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഏറ്റവും കടുത്ത വിമർശകർ പോലും ഇവരുടെ കഴിവിലും അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിലെ പ്രായോഗികമായ വിജയത്തെക്കുറിച്ചും അഭിനന്ദിക്കുന്നു. അതനുസരിച്ച് അവരുടെ സഹകരണം കൂടി ഇവർക്ക് ലഭ്യമാകുന്നു. കഴിവും അതുപോലെ തന്നെ പ്രത്യേകമായ സിദ്ധികളുമുള്ളവർ തീർച്ചയായും വിജയിക്കുന്ന ഒരു മാസം തന്നെയാണിത്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ 3 ആഴ്ചകൾ, തുടക്കത്തിലെ 3 ആഴ്ചകൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു അത്തരക്കാർക്ക്. ദോഷം ഞാൻ നേരത്തെ പറഞ്ഞു, ഉദരസംബന്ധമായും അതുപോലെ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്തും പ്രശ്നങ്ങളുണ്ടാകാം. മേലധികാരികളുമായി മാസത്തിൻ്റെ 2ാം പകുതിയിൽ ചെറിയ തർക്കമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, പിതാവിനും ചെറിയ അവശതകൾ ഉണ്ടാകാം. ഡയബറ്റിക്സ് ഉള്ള, പ്രായാധിക്യമുള്ള ഈ നക്ഷത്രത്തിൽപ്പെട്ടവരും ശ്രദ്ധിക്കേണ്ട കാലമാണിത്. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ ജലം കുടിക്കാത്തതിൻ്റെയോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്ന ചില സ്വഭാവ ശീലങ്ങൾ ഇവർക്കുണ്ടാവുകയോ ചെയ്യുന്നതായി കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്ടോബർ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 3-ാം തീയതി രാത്രി 9:30 ശേഷം 4, 5, 6, 7, 10, 11, 14, 15, 16 ഉച്ചവരെ. അത് കഴിഞ്ഞാൽ പിന്നെ 21, 22, 23 രാത്രി 9:30 വരെ. ശേഷം 23 രാത്രിയും പിറ്റേന്നും 23, 24, 25, 26 മധ്യാഹ്നം വരെയും. ശേഷം 31-ാം തീയതിയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം പൊതുവേ വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. എന്തായാലും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം നല്ല ധനപരമായ നേട്ടം ഇവർക്ക് കാണുന്നു. 10ാം ഭാവാധിപൻ ചാരവശാൽ 10ാം ഭാവാധിപനാണ് ഇവർക്ക് 2ൽ നിൽക്കുന്നത്. ഇവരുടെ ജീവിത പങ്കാളിക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്നും കുറച്ച് നേരത്തേക്കെങ്കിലും അകന്നു നിൽക്കേണ്ടതായിട്ട് വരാം, ജോലി സംബന്ധമായ കാര്യങ്ങളാൽ മാത്രം, മറ്റു വഴക്കോ പ്രശ്നങ്ങളോ അല്ല. അതുപോലെ തന്നെ ഈ മധ്യനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയോ സാമ്പത്തിക നേട്ടം കൂടുതൽ കിട്ടുകയോ സാമ്പത്തിക വർധനവുണ്ടാവുകയോ ചെയ്യാം. ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ മികവുറ്റ മേഖലകളിലേക്ക് പ്രൊമോഷൻ കിട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ചിലർക്കെങ്കിലും വിദേശവുമായി ബന്ധപ്പെട്ടോ ജലസാമീപ്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ പോകാനോ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ
ജലരാശിയിലേക്ക് പോകുന്നത് കൊണ്ട് തീർച്ചയായും വിദേശ രാജ്യത്താണ് കൂടുതൽ പ്രാമുഖ്യം. അവിടെ ഉള്ളവർക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ജോലി സംബന്ധമായ ഉയർച്ചയോ വരുമാന സംബന്ധമായ ഉയർച്ചയോ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മാസം പകുതിക്ക് ശേഷം ഏറ്റവും അടുത്ത വ്യക്തികളോടൊപ്പം ചില പുതിയ സംരംഭങ്ങൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊപ്പം, പ്രത്യേകിച്ചും വിദഗ്ധരായ സുഹൃത്തുക്കളോടൊപ്പം ചില പുതിയ സംരംഭങ്ങൾ അരങ്ങേറുവാൻ സാധ്യതയുണ്ട് മാസം പകുതിക്ക് ശേഷം. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം മാതാവിന് ചെറിയ ശാരീരികമായ അവശതകൾ ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് ഇവരുടെ വാഹനം മാറി വാങ്ങിക്കാനുള്ള സാധ്യത, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സാധ്യത കാണുന്നു. മൂല തറവാടിൻ്റെ, അതായത് മാതാവ് ജനിച്ചതോ ഇവർ കുട്ടിക്കാലത്ത് വളർന്നതോ ഒക്കെ ആയിട്ടുള്ള തറവാടിൻ്റെ ഭാഗം വയ്ക്കലോ അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ നേടാനോ സാധിക്കുന്നതായിട്ട് കാണുന്നു. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ച് വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനം പുതിയത് വാങ്ങുമെന്ന് പറഞ്ഞു. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കും. പുതിയ പുരസ്കാരങ്ങൾ ലഭിക്കും. പുതിയ വസ്ത്രങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ രണ്ടാം പകുതി, അതായത് രണ്ടാം പകുതി അല്പം ശ്രദ്ധ വേണം. കാരണം പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവർക്ക് തന്നെയും ചില ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സന്താനങ്ങളുമൊത്തുള്ള യാത്രകൾ വളരെ ശ്രദ്ധിക്കണം. സാഹസികമായ നിലയിൽ വളരെ സ്പീഡിൽ വാഹനങ്ങൾ ഓടിക്കുക, അതുപോലെ തന്നെ കയറ്റങ്ങൾ, അതിഭീകരമായ കയറ്റങ്ങളൊക്കെ കയറുക. കുട്ടികളുമൊത്ത് ഫാമിലിയുമൊത്ത് പോകുമ്പോൾ സാഹസിക കർമ്മങ്ങൾ പരമാവധി ഒഴിവാക്കുക. വിനോദത്തിന് വേണ്ടിയോ മറ്റോ ഒക്കെ വെള്ളച്ചാട്ടത്തിലോ അല്ലെങ്കിൽ നദിയിലോ ഒക്കെ ഇറങ്ങുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് തീയ്, ഇലക്ട്രിസിറ്റി, ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ തുടങ്ങിയ വസ്തുക്കളുമായി ബന്ധപ്പെട്ടോ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടോ ഇവർ പ്രവർത്തിക്കുമ്പോഴോ അത് ഉപയോഗിക്കുമ്പോഴോ ഒക്കെ വളരെ ശ്രദ്ധ വേണം എന്ന് കാണുന്നു. പ്രത്യേകിച്ചും സന്താനങ്ങൾക്ക് അറിവില്ലാതെ ഇത്തരം ഉപകരണങ്ങളോ ഇത്തരം വസ്തുക്കളോ എടുത്ത് കൈകാര്യം ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പ്രധാനം. അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ മുറിവോ അപകട സാധ്യതകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ച ഇവർക്ക് പൊതുവെ ചില ശാരീരികമായ ഉന്മേഷം ഉണ്ടാകുന്ന തരത്തിലുള്ള സാമ്പത്തികമായ വരവും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഇവരുടെ കർമ്മരംഗത്തുള്ള വിജയവും പെട്ടെന്നുണ്ടായിരുന്ന ചില ബാധ്യതകൾ പെട്ടെന്ന് തീർക്കാൻ തക്കവണ്ണമുള്ള സാമ്പത്തികമായ വരവുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന കർമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ തോറ്റുപോയി പരാജയപ്പെട്ടു പോയി ഇനി വിജയിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കർമ്മ മേഖലയിൽ നിന്ന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പെന്ന പോലുള്ള ചില അവസ്ഥകൾ ഉണ്ടാവുകയും കുറച്ചു പേരെങ്കിലും അതിനുവേണ്ടി പണം മുടക്കുകയും അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് ആ പണം ഉപയോഗിക്കാൻ സാധിക്കുകയും കടബാധ്യതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചില പ്രോജക്റ്റുകളിൽ സ്വന്തം വീടിൻ്റെ ആവശ്യത്തിനായാലും ശരി വളരെ പ്രൈവറ്റായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പണമില്ലാതെ വിഷമിച്ചിരുന്ന അവസരത്തിൽ ഈ ഒരു അവസ്ഥ, ഈ ഒരു ധനപരമായ വരവ് ഇവർക്ക് ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നു. മിഥുനക്കൂറുകാർക്ക് യാത്ര കൊണ്ട് ഗുണമുണ്ട്. കാൽമുട്ടുകൾ, കാൽപാദം, കാല് ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നടക്കാൻ വയ്യാത്ത ചില അവസ്ഥകൾ ചിലപ്പോഴെങ്കിലും ഉണ്ടാകാം. അത് കർമ്മ വിഘ്നത്തിന് കാരണമാകുന്നതായിട്ടും കാണുന്നുണ്ട്. എന്നാൽ പൊതുവേ ഇവർക്ക് സാമ്പത്തികമായി വളരെ നേട്ടമാണ് ഈ മാസത്തിൽ കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി തൊട്ട് വളരെ ഗുണമാണ്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ രണ്ടാം പകുതി തൊട്ട് വളരെ ഗുണമാണ്. ആഴ്ചയുടെ പലപ്പോഴായി പറഞ്ഞു ആഴ്ച എന്ന് വരുന്നത് മാസത്തിൻ്റെ, ഇത് ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം വളരെ ഗുണമാണ് മിഥുനക്കൂറിന് കാണുന്നത്. സാമ്പത്തിക നേട്ടം, അതുപോലെ തന്നെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ നല്ല ധനവരവ് കാണുന്നു. മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് സാമ്പത്തിക നേട്ടം കൂടുതലായി വരുന്നതുകൊണ്ട് തന്നെ കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും മോചനം നേടാൻ സാധിക്കുന്നു. വളരെ സ്വകാര്യമായി തീർക്കേണ്ട ചില ബാധ്യതകൾ, ഒരുപക്ഷെ വീട് നിർമ്മാണമോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ലോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കടം വാങ്ങിച്ചത് തിരികെ കൊടുക്കാൻ അവർ വ്യഗ്രത കൂട്ടുന്ന അവസ്ഥയോ ഒക്കെ തന്നെ ഇവർക്ക് പരിഹരിക്കാനും അതിജീവിക്കാനും മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. സന്താനങ്ങളുമൊത്തുള്ള യാത്ര വളരെ ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാർ തന്നെ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നതും സാഹസിക മേഖലകളിലൂടെ സഞ്ചരിക്കുന്നതുമൊക്കെ ശ്രദ്ധക്കുറവോടെ സഞ്ചരിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. ഞാൻ പറഞ്ഞ ചില ഉപകരണങ്ങൾ, ഭാരമുള്ള വസ്തുക്കൾ, ജിമ്മിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂർച്ചയുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, തീ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ കരുതലോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, വിനയത്തോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്
1-ാം തീയതി ഉച്ചവരെ നല്ലതാണ്. അതിനുശേഷം 6, 7, 8, 9 നല്ല ദിവസങ്ങളാണ്. 12, 13 താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. ശേഷം 16 ഉച്ച കഴിഞ്ഞ് 17, 18, അത് കഴിഞ്ഞാൽ പിന്നെ 23 രാത്രി 9:30 മണിക്ക് ശേഷം 24, 25, 26 മധ്യാഹ്നം വരെയും ശേഷം 27, 28 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ 2-ാം പകുതി തൊട്ട് ഇവരുടെ ചിലവിൽ ആത്മവിശ്വാസത്തിൻ്റേതായ ചില നിയന്ത്രണങ്ങൾ വരുന്നതായി കാണുന്നു. അതുവരെ പണത്തിനോട് വലിയ ബഹുമാനമില്ലാതെ അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ് എന്ന അവസ്ഥ വേണ്ടത്ര പ്രായോഗികമല്ലാതെ ചെയ്തുകൊണ്ടിരുന്ന കർക്കിടകക്കൂറിൽപ്പെട്ട പല നക്ഷത്രക്കാർക്കും അവിടെ ഒരു കൺട്രോൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം. ധനപരമായ വരവ് കൂടുതൽ വന്നാൽ പോലും അവരുടെ ചിലവിനെ അവർക്ക് നന്നായി നിയന്ത്രിച്ചുകൊണ്ട് പണത്തെ കുറച്ചെങ്കിലും സംഭരിച്ചു വയ്ക്കാനുള്ള ഒരു ആഗ്രഹം, മനസ്സിൻ്റെ ഒരു അവസ്ഥ ആ നിലയിലേക്ക് മാറുന്നതായിട്ട് കാണുന്നു. ആരോഗ്യ സംബന്ധമായും കുറച്ചുകൂടി മെച്ചമുണ്ടാകുന്നു മാസത്തിൻ്റെ 2-ാം പകുതി. അതുപോലെ തന്നെ വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കണം ഇവർ. പ്രത്യേകിച്ചും സ്വന്തം നാവ് തന്നെ ഇവർക്ക് ശത്രുവായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വായിൽ, നാവിൽ, പല്ലിൽ, മോണകളിൽ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അലർജി അസുഖങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര ഇപ്പോൾ തരപ്പെടുന്നതായിരിക്കും. അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. സഹോദര സ്ഥാനത്തുള്ളവർ ഇവരെ, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ ആയിട്ടുള്ളവർ ഇവരെ ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയ്ക്ക് ശേഷം. പ്രത്യേകിച്ചും ഗുണമുള്ള ഒരു കാര്യം, കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകളാൽ സഹായമുണ്ടാകുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും വിദേശയാത്രയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ആശയപ്രകാരമോ ആഗ്രഹപ്രകാരമോ പുതിയ ഒരു സംരംഭം പെട്ടെന്ന് തുടങ്ങാനുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും ഈ കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകളാലും അതുപോലെ കർക്കിടകക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാരാലും സഹായമുണ്ടാകുന്നതായി കാണുന്നു. അത് ഈ പറയുന്ന സംരംഭങ്ങൾക്ക് വേണ്ടിയാകാം, അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിലോ അത്തരം ജോലിയിലോ ആവാം. എന്തായാലും സാമ്പത്തികമായി ഭാവിയിൽ മേന്മ കിട്ടുന്ന ചില സംരംഭങ്ങൾക്ക്, ചില പ്രവർത്തനങ്ങൾക്ക് ഇത്തരം ചില സഹകരണങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. യാത്ര ഗുണകരമായി മാറുന്നു. അതുപോലെ തന്നെ ഇവരുടെ ദേഷ്യം, നിയന്ത്രണമില്ലാതെ മറ്റുള്ളവരുടെ മേൽക്കോയ്മ സ്ഥാപിക്കൽ, ഇതൊക്കെ തന്നെയും ഒരു നിയന്ത്രണ പരിധിക്കുള്ളിലാകുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവരോട് ഇടപെടുന്നവർക്ക് മാനസികമായി അകൽച്ച മുമ്പുണ്ടായിരുന്നത് ഇപ്പോൾ മാറുന്നതായിട്ട് കാണുന്നു. കുറച്ചുകൂടി സഹകരണ മനോഭാവത്തോടുകൂടി പുതിയ കാര്യങ്ങളിൽ ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും കൂടെ നിൽക്കുന്നവരോട് ഇവർക്ക് അനുനയത്തിൽ ഇടപെടാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില വൈകാരിക ബന്ധങ്ങളിൽ, പ്രത്യേകിച്ചും പ്രണയമോ വിവാഹമോ ആയ കാര്യങ്ങളിൽ, ദാമ്പത്യമോ ആയ കാര്യങ്ങളിൽ ഒരല്പം പിന്നോട്ട് സഞ്ചരിക്കുന്നൊരവസ്ഥ കാണുന്നു. കുടുംബത്തിൽ അവർക്ക് ശ്രദ്ധയുണ്ടെങ്കിലും പ്രണയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മനസുഖം ലഭിക്കുന്ന വൈകാരിക സമ്മേളനങ്ങളിലോ താല്പര്യം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. മറിച്ച് ആ സമയം കൂടി സ്വന്തം ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ മനസ്സ് മാറ്റിവെക്കുന്നതായി കാണുന്നു. പൊതുവെ ഇവർക്ക് ഏറ്റവും ഗുണകരമായ ഒരവസ്ഥ ഇപ്പോൾ കാണുന്നത് ആഴ്ചയുടെ അവസാനത്തെ ആഴ്ച ഇവരുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില മനോവിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ സന്താനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ ഇവർ സ്വന്തം നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ അന്യനാട്ടിൽ താമസിക്കുന്നവരായാൽ അവിടെ നിന്നോ മാറി കുറച്ചുകൂടി ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത്, മാനസികമായി സന്തോഷം ലഭിക്കുന്ന ഒരു സ്ഥലത്ത്, ശല്യങ്ങളൊന്നും ഉണ്ടാകാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു രക്ഷപ്പെടൽ എന്ന പോലെ ആയിരിക്കാം അത്തരം യാത്ര. സന്താനങ്ങൾക്ക് അസുഖമോ പ്രശ്നമോ ഉള്ളവർ അവരുമൊത്ത് ആശുപത്രിയിൽ കഴിയുന്നതായിട്ടും അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതായിട്ടും കാണുന്നു. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ തന്നെ യൂട്രസിന് ചെറിയ ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഈ കർക്കിടക കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ സ്ത്രീകൾ അവർക്ക് ലോവർ അബ്ഡമിൻ ഭാഗം വൈകാരികമായ ബന്ധങ്ങളിൽ ഒരല്പം അകൽച്ച ഉണ്ടാകുമെങ്കിലും അതൊന്നും ഒരു കലഹത്തിലോ മറ്റ് പ്രശ്നങ്ങളിലോ ഒന്നും പോകില്ല എന്ന് കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ യാത്രകൾ
ഈ മാസത്തിൻ്റെ അവസാന വാരത്തിലായിരിക്കും കുറച്ചുകൂടി തരപ്പെട്ടു വരുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നല്ല സഹായമുണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ഒക്ടോബർ മാസത്തിൽ കർക്കിടകക്കൂറിന് നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി ഉച്ച കഴിഞ്ഞ് 1-ാം തീയതി 1 തൊട്ട് നല്ലതാണ്. 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി ഗുണകരമാണ്. അത് കഴിഞ്ഞാൽ 8, 9, 10, 11 താരതമ്യേന ഗുണമുള്ളതാണ്. ശേഷം 14, 15, 16 ഉച്ചവരെ ഗുണകരമാണ്. അതിനുശേഷം 19, 20 ദിവസങ്ങളും പിന്നീട് ഇവർക്ക് ഗുണകരമായിട്ടുള്ളത് 29, 30, 31 ദിവസങ്ങളുമാണ് താരതമ്യേന ഗുണമുള്ളത്. ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൻ്റെ തുടക്ക ദിവസങ്ങൾ അമിതച്ചെലവിൻ്റെ ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില അവസരങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ഇവരുടെ കഴിവിനനുസരിച്ച് ഇവരുടെ കർമ്മരംഗത്ത് കൂടുതൽ വ്യതിരിക്തതയോടുകൂടി, കൂടുതൽ വ്യക്തിത്വത്തോടുകൂടി, തനതായ ശബ്ദത്തോടുകൂടി ചില കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയ്ക്ക് ശേഷമാണ്. സ്വന്തം കഴിവ് നന്നായി പ്രകടിപ്പിക്കാൻ സാധിക്കുക, തങ്ങളുടെ കഴിവ് മറ്റുള്ളവരിൽ ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പൂർണ്ണതയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംവദിക്കാൻ ഇവർക്ക് സാധിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വൈഭവത്തെക്കുറിച്ച് കൂടുതൽ അഭിപ്രായമുണ്ടാവുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഭാവിയിൽ കൂടുതൽ സുരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ചില ബന്ധങ്ങൾ വളരെ പവിത്രമായി കാത്തുസൂക്ഷിക്കുന്നു ഇവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ പുറമേയുള്ള നാട്യം എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും ഇവർക്ക് പിൻവാങ്ങാൻ സാധിക്കുന്നു. സാമ്പത്തികമായ ഗുണമാണ്. പ്രത്യേകിച്ചും കഴിവനുസരിച്ച് ജോലി ചെയ്യുന്നവർക്ക് വളരെ മേന്മയുണ്ടാകുന്നു. വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്നും ചിലപ്പോൾ അകന്നു നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ പോലും അതൊന്നും കലഹത്തിൻ്റെയോ മറ്റൊരു പിണക്കത്തിൻ്റെയോ വേർപാടിൻ്റെയോ ലക്ഷണമൊന്നുമല്ല. എല്ലാത്തിലും ഒരു സംയമനം വരുന്ന അവസ്ഥ കാണുന്നുണ്ട്. തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കുന്നു. മനസ്സിന് ശാന്തി നൽകുന്ന സ്ഥലങ്ങളിൽ പോകുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ആധ്യാത്മികമായ കാര്യങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് മനസ്സിന് ഒരു പക്വത നേടിക്കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയും കാണുന്നുണ്ട്. പൊതുവേ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച കാണുന്നു. മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവരുടെ ശാരീരികമായ അവസ്ഥകൾ കൊണ്ട് മനസ്സിന് വിഷമമുണ്ടാകാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവർ വിഷമം അനുഭവിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് സഹായിക്കാനും സാധിക്കാത്തൊരു സാഹചര്യത്തിൽ മനസ്സിൽ ഒരു വിങ്ങലായി മാറുന്ന അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇത്തരം ഏറ്റവും അടുത്ത ബന്ധുക്കളായാലും ശരി, സുഹൃത്തുക്കളായാലും ശരി, അവരെ സഹായിക്കുവാൻ വേണ്ടി ഇവർ പരിധി വിട്ട് തങ്ങളുടെ കർമ്മമേഖല വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നു. സമാന്തരമായി ചില കാര്യങ്ങളൊക്കെ ചെയ്ത് പണം സമ്പാദിച്ച് ഇവർക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ ഇവർ വ്യാപരിക്കുന്നത് കൊണ്ട് ഇവർക്ക് അതിന് ശമ്പള വർധനവോ അല്ലെങ്കിൽ സാമ്പത്തികമായി കൂടുതൽ വരവോ ആയി പരിണമിക്കുന്നതായി കാണുന്നു അത്തരം സംരംഭങ്ങൾ. അതുകൊണ്ട് തന്നെ പൊതുവേ ഇവരുടെ മനസ്സിനൊരു ശാന്തിയും സമാധാനവും കിട്ടുന്നു. എല്ലാം ഭഗവാനെ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ഇവർക്ക് സാധ്യമാകുന്നു. മാസത്തിൻ്റെ 2-ാം പകുതി തൊട്ട് ഇവർക്ക് ചിലവ് നിയന്ത്രിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ ചിലവ് നിയന്ത്രിക്കപ്പെടാൻ തക്കവണ്ണം വരുമാനം ഇവരിലേക്ക് വർദ്ധിക്കുന്നു. ജീവിതത്തിൻ്റെ ആഡംബരാവസ്ഥകൾക്ക് സ്വയം ഒരു നിയന്ത്രണമിടുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ അടിപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും ഒരു മുക്തി അല്ലെങ്കിൽ ഒരു പ്രത്യേക അനുപാതത്തിൽ അതിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നു. പല കാര്യങ്ങളിലും ഇവർ സ്വയം നിയന്ത്രണമിടുന്നു. സ്വന്തം ആത്മാവിനെ കൂടുതൽ പരിരക്ഷിക്കാൻ വേണ്ടി ലൗകികമായ മറ്റു കാര്യങ്ങളിൽ നിന്ന് വേരുകൾ പിൻവലിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുതന്നെ ഇവരുടെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുന്നതായി കാണുന്നു. അതുപോലെ മാസത്തിൻ്റെ അവസാന ആഴ്ച ഇവർ വളരെ ശ്രദ്ധിക്കണം. ഇവരുടെ മാതാവോ മാതൃസ്ഥാനത്തുള്ളവർക്കോ രോഗാവസ്ഥയോ ചില ശസ്ത്രക്രിയകൾക്ക് വിധേയയാകേണ്ടി വരുന്നതോ ആയിട്ട് കാണുന്നു. കുടുംബ വീട് ഭാഗം വയ്ക്കുന്നതായി കാണുന്നു. ഭൂമിയോ കെട്ടിടമോ ഉൾപ്പെടെയോ അല്ലെങ്കിൽ വെറും ഭൂമി മാത്രമോ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയതോ പണയം വെച്ചതോ ആയ അല്ലെങ്കിൽ പണയം വസ്തു നഷ്ടപ്പെടും എന്ന ആശങ്കയിലായിരുന്നവർക്ക് ഒടുവിൽ അത് തിരിച്ചു കിട്ടുന്ന തരത്തിലുള്ള ഒരു ആശ്വാസമുണ്ടാകുന്നു. ഒന്നുകിൽ സാമ്പത്തികമായ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭ്യമായോ ആ വസ്തു നഷ്ടപ്പെടാതെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ പ്രധാനമായും സൂക്ഷിക്കേണ്ടത് ശരീരത്തിൽ വളരെ ശ്രദ്ധിക്കാതെ പോയ എന്നാൽ ഒളിച്ചു വയ്ക്കപ്പെട്ട ചില ഇൻഫെക്ഷനോ ചില രോഗാവസ്ഥകളോ ആണ്.
പ്രതിരോധശക്തി കുറയുമ്പോൾ തീർച്ചയായിട്ടും പ്രായം അനുസരിച്ച് അത് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അനാരോഗ്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്വഭാവങ്ങളോ മറ്റേതെങ്കിലും ശീലങ്ങളോ ഉണ്ടെങ്കിൽ പരമാവധി അതിൽ നിന്ന് അകന്നു നിൽക്കുക. കൃത്യമായ സമയങ്ങളിൽ ആരോഗ്യ വിദഗ്ധരെ കണ്ട് തങ്ങളുടെ ആരോഗ്യത്തെ പറ്റി ഒരു ധാരണയുണ്ടാക്കുക. കൃത്യമായ മെഡിക്കേഷൻസിലൂടെ കടന്നു പോവുക എന്നതാണ് പറയാനുള്ളത്. മുഖത്തിനും ശരീരത്തിനും പ്രത്യേകമായൊരു കാന്തിയും മനസമാധാനവുമൊക്കെ വരുന്നുണ്ട് ഈ മാസത്തിൽ ഇവർക്ക്, പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവരോട് തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായ ശാരീരിക ഭംഗി വർദ്ധിച്ചതിനാൽ മറ്റുള്ളവരോട് പറയാതെ തന്നെ കുറേ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞ് വിജയിപ്പിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. എങ്കിലും അതുപോലെ തന്നെ ദോഷാവസ്ഥകളും ഇവരോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കണം. കാരണം അഷ്ടമത്തിൽ ശനിയും 7-ൽ രാഹുവുമുണ്ട്. നല്ലത് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒളിവിൽ ചില ദോഷാവസ്ഥകൾ കാണുന്നുണ്ട്. അപകട സാധ്യതകളോ അല്ലെങ്കിൽ അപവാദങ്ങളോ ആണ്. അത്തരം കാര്യങ്ങളെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നേരിടാൻ ശ്രമിക്കുക. സാമ്പത്തികമായി നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയോടെയുള്ള ഇടപെടൽ, ഈശ്വരനോട് കൂടുതൽ അടുക്കാനുള്ള മനസ്സിൻ്റെ വ്യഗ്രത, അതുകൊണ്ട് തന്നെ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന നല്ല നിയന്ത്രണം, ഇതൊക്കെ തന്നെയും ഇവരുടെ ഈ മാസത്തെ ലക്ഷണങ്ങളിൽ സുലക്ഷണങ്ങളിൽ പെടുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, അത് കഴിഞ്ഞാൽ പിന്നെ 10, 11, 12, 13, 16, 17, 18, 21, 22, 23 രാത്രി 9:30 വരെ, ശേഷം 29, 30, 31 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഒക്ടോബർ മാസം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ജോലിയിലുള്ള മാറ്റവും ജോലിയിലുള്ള ഉയർച്ചയുമാണ് ആദ്യത്തേത്. അതിനുശേഷം ഇവർക്കുണ്ടാകുന്ന ഗുണം സാമ്പത്തിക നേട്ടമാണ്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം നല്ല സാമ്പത്തിക നേട്ടം കാണുന്നു. ശാരീരികമായി ഇവരുടെ വ്യക്തിത്വം കുറച്ചുകൂടി വർദ്ധിക്കുന്നു. ശരീരത്തിന് മിനുപ്പും ഭംഗിയുമൊക്കെ വർദ്ധിക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അല്പം അനാസ്ഥ, സാമ്പത്തികമായ വരവിൽ കുറച്ച് കാലതാമസം, അതൊക്കെ ഉണ്ടാകുമെങ്കിലും ഒക്ടോബർ മാസം പകുതിക്ക് ശേഷം പ്രതീക്ഷിച്ചിരുന്ന പല ധനസഹായങ്ങളും ഇവരിലേക്ക് എത്തുമെന്നാണ് കാണുന്നത്. ധനസഹായം മാത്രമല്ല, ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും നടത്താൻ പറ്റുന്ന വിധത്തിൽ ഇവർക്ക് സാഹചര്യങ്ങൾ ഒത്തുവരുന്നതായിട്ട് കാണുന്നു. കാരണവസ്ഥാനത്തുള്ളവരും കുടുംബത്തിലെ തലമൂത്ത വ്യക്തികളും ഇവരോട് അനുകൂലമായി പെരുമാറുന്നു. ഇവരുടെ പല സംരംഭങ്ങളിലും അവർ ഒത്താശയായും പിന്തുണയായും നിൽക്കുന്നു. ചിലപ്പോൾ അത് സാമ്പത്തിക ഭദ്രതയുടെയും സാമ്പത്തിക സഹായത്തിൻ്റെയോ രൂപത്തിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സാങ്കേതിക സഹായ സഹകരണങ്ങൾ ഇവർക്ക് നൽകിക്കൊണ്ടാവണം. എന്തായാലും ഗുണകരമായ അവസ്ഥയാണ് അതിൽ കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യ 3 ആഴ്ചകൾ വളരെ ഗുണകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും വളരെ ആക്റ്റീവായി ഇവരുടെ കർമ്മരംഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും യാത്ര കൊണ്ട് ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. തങ്ങൾക്ക് ബോധിക്കാത്തവരെ കൃത്യമായി അകറ്റി നിർത്തുവാനും അവരോട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പെരുമാറുവാനും ഇവർക്ക് സാധിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഇത്തരക്കാരെ സഹിച്ചതുകൊണ്ട് മാത്രം ഇവർക്കുണ്ടായിരുന്ന ചില നഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ചില ഇടപെടലുകൾ ഇവർ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇവർക്ക് ഗുണകരമായി വരുന്നു. എന്നാൽ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ച ഇവർ വളരെ ശ്രദ്ധിക്കണം. ഇത്തരക്കാരിൽ തന്നെ ചിലപ്പോൾ വളരെ പാവങ്ങളായ ചില വ്യക്തികളും ഉണ്ടാവാം. അവരുടെ മനസ്സിന് നല്ല വേദന ഉണ്ടാകുന്നതായും അത് ഇവർ തിരിച്ചറിയുന്നതായിട്ടും പിന്നീട് അവരെ തിരിച്ചു വിളിക്കുകയോ അല്ലെങ്കിൽ അതിനായി ഇവരുടെ മനസ്സ് വല്ലാതെ തപിക്കുകയോ ചെയ്യുന്നതായി കാണുന്നുണ്ട്. സഹോദര സ്ഥാനത്തുള്ളവർക്ക് അപകട സാധ്യതയോ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ രോഗാവസ്ഥകളോ ഉണ്ടാകുന്നതായിട്ടും അതിന് ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ നിന്ന് ധനസഹായം വരുന്നതായും ഒക്കെ കാണുന്നു. പെട്ടെന്ന് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അത് പുതിയ ചില സാമ്പത്തിക സംരംഭങ്ങൾക്ക് കാരണമാകുന്നു. പെട്ടെന്ന് ചിലപ്പോൾ ഉടനെ പോയി ഉടനെ തന്നെ തിരിച്ചു വരാവുന്ന ചില മേഖലകളിലേക്ക് ഇവർ യാത്ര ചെയ്യുകയോ അങ്ങോട്ടേക്ക് അത്തരം സ്ഥലങ്ങളിലേക്ക് ഇവരുടെ സംരംഭത്തിൻ്റെ ആസ്ഥാനങ്ങൾ മാറ്റുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ ഗുണകരമായി കാണുന്നു കാര്യങ്ങളൊക്കെയും. പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലതയും തീരുമാനങ്ങൾ എടുക്കാൻ അല്പം പോലും വൈകാതെ ഇരിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഈ മാസത്തിലെ പല സംരംഭങ്ങൾക്കും ഒത്താശയായി, വിജയത്തിൻ്റെ ഒത്താശയായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ മാസം ഇവർക്ക് ഗുണകരമാണ്. ഈ മാസത്തിൽ ഇവർക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയങ്ങൾ ഇവരുടെ ഞരമ്പ്, കണ്ണുകൾ, ഹൃദയം, ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രായം അനുസരിച്ച് ഇവർ എക്സസൈസ് ചെയ്യുകയോ മെഡിക്കേഷൻസ് കൃത്യമായി നടത്തുകയോ ചെയ്യണം. രക്തത്തിലെ പഞ്ചസാരയുടെയും കൊഴുപ്പിൻ്റെയും ഒക്കെ അളവ് കൃത്യമായി പരിശോധിക്കണം.
അനുഭവം, പഠനം, ഗുരു, ഇത് മൂന്നും ചേർത്ത് ജാതകം പറയാവൂ എന്നുണ്ട്. അതുകൊണ്ട് അനുഭവത്തിൻ്റെയും പഠനത്തിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഓരോ പ്രായഭേദം, ഓരോ പ്രായത്തിനനുസരിച്ച് കൃത്യമായ ആരോഗ്യാവസ്ഥകൾ മനുഷ്യർക്കുണ്ടാകുമെന്നുള്ളത് ഏത് കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അവഗണനയാണ് പലപ്പോഴും ശരീരം പിന്നീട് ഭീകരമായ രൂപത്തിൽ നമുക്ക് തിരിച്ചടിയായി നൽകുന്നത്. അതുകൊണ്ട് കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക. ഓരോ വസ്തുവും ഓരോ തരത്തിൽ പരിഗണനകൾ അർഹിക്കുന്നുണ്ട്. ചേതനമായാലും അചേതനമായാലും അത് നാം കൊടുത്തു കഴിയുമ്പോൾ ആരിൽ നിന്നും പരാതി കേൾക്കേണ്ടി വരില്ല എന്നതാണ് ശുദ്ധമായ പ്രമാണം. അപ്പോൾ ഇവിടെ കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കൂറിലും അത് ബാധകമാണ്. ഞാനിപ്പോൾ കന്നിക്കൂറിൻ്റെ കാര്യത്തിൽ എടുത്തു പറയത്തക്കവണ്ണം ചില ഗ്രഹങ്ങളുടെ ചില മാറ്റങ്ങൾ അങ്ങനെ വന്നേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ. അപ്പോൾ ഇവർക്ക് ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ, ഈ ഏരിയകളിൽ പ്രശ്നമുണ്ടാവാം. പിതാവിന് ആരോഗ്യാവസ്ഥകൾ വഷളാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3-ാം തീയതി രാത്രി 9:30 കഴിഞ്ഞ് 4, 5, 6, 7, അത് കഴിഞ്ഞാൽ പിന്നെ 12, 13, 14, 15, 16 ഉച്ചവരെ, ശേഷം 19, 20, അത് കഴിഞ്ഞാൽ 23 രാത്രി 9:30 ശേഷം 24, 25, 26 മധ്യാഹ്നം വരെ, അത് കഴിഞ്ഞാൽ ഇത്രയും ദിവസങ്ങൾ ഈ ഒക്ടോബർ മാസത്തിൽ ഇവർക്ക് താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാന ഗുണം ഇവർക്ക് ശാരീരികമായിട്ട് ചില മാനസിക വിഷമങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈശ്വരൻ ഈ എല്ലാ പരീക്ഷണങ്ങൾക്കും അപ്പുറം ഇവർക്ക് വിജയമാണ് സമ്മാനിച്ചിരിക്കുന്നത്, ഈശ്വരാധീനമാണ്, ഭാഗ്യമാണ് സമ്മാനിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഇവരുടെ കർമ്മരംഗം കുറച്ചുകൂടി ശോഭനീയമാവും. ഇവരുടെ പ്രവർത്തന രംഗം കുറച്ചുകൂടി ഈശ്വരാനുഗ്രഹം ഉള്ളതാവും. ഇപ്പോൾ പ്രവർത്തിക്കുന്ന, തടസ്സപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ഈ വർഷം 2025 മാർച്ച് 14 ശേഷം തന്നെ ഇവരുടെ പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. 2025 മാർച്ച് 29 ശേഷവും 2025 മെയ് 14 ശേഷവും ഇവർക്ക് ചാരവശാൽ മാറ്റങ്ങൾ ഗുണകരമായി വന്നിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ കുറച്ചുകൂടി മാറ്റം വരുന്നു ഈ ഒക്ടോബർ മാസം 18 ശേഷം. അവരുടെ കർമ്മ മേഖലയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ പൊതുവേ ഇവർക്ക് സമാധാനം കിട്ടുന്ന തരത്തിൽ ഇവരുടെ കർമ്മ മേഖല കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു അവസ്ഥയിൽ ഈശ്വരൻ കൊണ്ടെത്തിക്കുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം, നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിരുന്ന വസ്തുവകകൾ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ വരുന്നു. പല കാര്യങ്ങളിലും ഇവർക്ക് വിജയമുണ്ടാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നത് ആശങ്കകൾ അകറ്റിക്കൊണ്ട് വിജയത്തിന് ഉറപ്പു നൽകുന്നതായി കാണുന്നു. ധനപരമായ വരവുണ്ടാകുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട അടുത്തുള്ള വ്യക്തികളുടെ പല പ്രവർത്തനങ്ങളും ഇവർക്ക് സുരക്ഷിതത്വവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇവരുടെ തന്നെ ജീവിതത്തിൽ മാനസികമായി വിഷമമുണ്ടാക്കുന്ന ചില കാര്യങ്ങളിലൂടെയും ഇവർക്ക് കടന്നു പോകേണ്ടതായി വരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത സ്വന്തം ശരീരത്തിന് ദോഷമുണ്ടാകാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും ഇവർക്ക് ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഒടുവിൽ അതിന് രക്ഷയാണ് കാണുന്നത്. പലപ്പോഴും ആശങ്കയുടെ വക്കിൽ എത്തിപ്പോകുമെന്ന് കാണുന്നു. അതുകൊണ്ട് പ്രത്യേകമായ ശ്രദ്ധ വേണം ഇവരെ സംബന്ധിച്ചിടത്തോളം. വ്യാഴം 10-ൽ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് വ്യാഴത്തിൻ്റേതായ ചില ദോഷവശങ്ങൾ പലപ്പോഴായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് അധികം പറയുന്നു എന്നാണ് പലരുടെയും ധാരണ. പക്ഷേ സത്യം പറയാതിരിക്കാൻ വയ്യല്ലോ. അപ്പോൾ വ്യാഴം 10-ൽ നിൽക്കുമ്പോൾ ചെയ്യേണ്ടതായ ചില ദുഷ്കർമ്മങ്ങളുണ്ട്, ആ ദുഷ്ടകർമ്മങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ദുർവിധികളുണ്ട്. ആ ദുർവിധികൾ 10-ൽ ഉച്ചനായി നിൽക്കുമ്പോൾ നടക്കാൻ സാധ്യത വളരെ കുറവാണ് എന്ന ആശ്വാസമാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അതും ഏറ്റവും വേണ്ടപ്പെട്ട പ്രായാധിക്യമുള്ള വ്യക്തികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ വേണമെന്ന് പറയുന്നു. ചിലപ്പോൾ ചില ശസ്ത്രക്രിയകളിലൂടെയൊക്കെ കടന്നു പോയേക്കാം അവർ. അതിൻ്റെ മാനസിക വിഷമങ്ങൾ ഇവർക്കുണ്ടാകാം. ആശങ്കകൾ വിട്ടൊഴിയാതെ ഏതെങ്കിലും വിധത്തിൽ ഇപ്പോഴും തുലാക്കൂറിനെ പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. എന്നാൽ ഈശ്വരാധീനം അതിനും മേലെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് എന്തായാലും ഒക്ടോബർ മാസം പകുതിക്ക് മുമ്പ് തന്നെ ഈശ്വരൻ അവർക്ക് കൃത്യമായ അനുഗ്രഹം കൊടുത്ത് ദോഷാവസ്ഥകളിൽ നിന്നും അവരെ കരകയറ്റുമെന്ന് വിശ്വസിക്കാം. ധനപരമായും അതുപോലെ തന്നെ പ്രവർത്തന സംബന്ധമായും ഒന്നും ഇവർക്കൊട്ടും കോട്ടം തട്ടുന്നില്ല. ഗുണമാണ് ഉണ്ടാവുക. മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ച വളരെ ശക്തമായ ചില തിരിച്ചുവരവുകൾ ഇവർ നടത്തുന്നു. മനസ്സിന് വളരെ സുശക്തമായ ബലവും ഉന്മേഷവും കൈവരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുവരെയുള്ള ആശങ്കകൾ അവരെ വിട്ടുമാറണം. അതിന് പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല വഴി. പിന്നെ കൃത്യമായ കാര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ പ്രാർത്ഥനയോടുകൂടി, പ്രാർത്ഥനയുടെ അനുവാദത്തോടു കൂടി ചെയ്യുക, അഹങ്കാരമില്ലാതെ ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്
1-ാം തീയതി ഉച്ചവരെ നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 6, 7, 8, 9 നല്ലതാണ്. ശേഷം 14, 15, 16, 17, 18 വരെയും നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 21, 22, 23 രാത്രി 9:30 വരെയും. ശേഷം 29, ശേഷം 26 മധ്യാഹ്ന ശേഷം 27, 28 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണും. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനം, ഇവർക്ക് ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അപാരമായ ഈശ്വരാധീനം വരുന്നു. 2 മാസത്തോളം ഇവർക്ക് ഈശ്വരാധീനത്തിൻ്റെ വർധനവ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. തടസ്സപ്പെട്ട് കിടന്നിരുന്ന മംഗളകർമ്മങ്ങൾ കൃത്യമായി നടക്കാം. മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാം. പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദേശത്തിൻ്റെ സാമ്പത്തിക സഹകരണത്തോടുകൂടി നടക്കുന്ന ചില കാര്യങ്ങൾ, സാങ്കേതിക സഹായത്തോടുകൂടി നടക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകുമെന്ന് കാണുന്നു. ഞാനിതിലൊന്ന് തട്ടിപ്പോയി, കുഴപ്പമുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. നടക്കുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ വിദേശത്തുനിന്ന് വരുന്ന വരുമാനത്തിന് വർധനവുണ്ടാകുന്നു. ഇനി ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരോ, വിദേശത്ത് സ്ഥിരതാമസത്തിന് വേണ്ടി ശ്രമിക്കുന്നവരോ, പഠിക്കുന്നവരോ, അവർക്ക് സുഖകരമായ അനുഭവങ്ങൾ, ആനന്ദിക്കാൻ വകയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പഠനവുമായി ബന്ധപ്പെട്ട് നല്ല വിജയമുണ്ടാകുന്നു. സ്ഥിരതാമസവുമായി ബന്ധപ്പെട്ട അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ ഇടവരുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഒന്നുകിൽ ജോലി ലഭിക്കുന്നു, അല്ലെങ്കിൽ ജോലിയിൽ ഉറപ്പോ ഉയർച്ചയോ ഉണ്ടാകുന്നു. അപ്പോൾ സാമ്പത്തിക നേട്ടം പ്രധാനമായും ഇവർക്ക് വലിയ ഗുണമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലെ വിജയവും വളരെ വലുതാണ്. മാസത്തിൻ്റെ ആദ്യ പകുതി ഇവർക്ക് മേലധികാരികളോടൊത്ത് നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ മാസത്തിൻ്റെ 2ാമത്തെ പകുതി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എന്നാലും അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് തന്നെ കാണുന്നുണ്ട്. യാത്ര കൂടുതലായിരിക്കാം, അതുപോലെ തന്നെ ചിലവും വർദ്ധിച്ചിരിക്കാം. അപകട സാധ്യതകൾ ഉണ്ട് പുറകിൽ. അതുകൊണ്ട് തന്നെ യന്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും, അതുപോലെ തന്നെ വലിയ ബൃഹത്തായ പ്രോജക്റ്റുകളിൽ, പ്രത്യേകിച്ചും മെക്കാനിക്കൽ ലെവലിൽ നടക്കുന്ന അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, സാഹസിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അവിടെയൊക്കെ തന്നെ നല്ല ശ്രദ്ധ വേണം. അവിടെ നിന്നൊക്കെ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ആരോഗ്യ സംബന്ധമായോ അതുവഴി ധനപരമായോ ഉണ്ടാകുന്ന ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിതാവിന് ആരോഗ്യ സംബന്ധമായ അത്ര നല്ലതല്ല, പ്രത്യേകിച്ചും മാസത്തിൻ്റെ 2ാമത്തെ പകുതി. മാസത്തിൻ്റെ അവസാന ആഴ്ച കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ ഇവർക്ക് വ്യാപരിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. ചെറുതായിട്ടുണ്ടായിരുന്ന ആശങ്കകളും ആലസ്യവും പോലെ വിട്ടൊഴിയുന്നതായിട്ടാണ് കാണുന്നത്. ധനപരമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഇതെല്ലാം കാണുന്നുണ്ട്. എല്ല് സംബന്ധമായി ഉള്ള അസുഖമോ അപകട സാധ്യതകളോ ആണ് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കൂടുതലായി ഉണ്ടാകാവുന്ന ദോഷങ്ങൾ. പിന്നെ പറയാവുന്ന മറ്റൊന്ന്, മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം ഹൃദയത്തിനോ ഞരമ്പുകൾക്കോ കണ്ണുകൾക്കോ ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്ടോബർ മാസത്തെ താരതമ്യേന നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2, 3 രാത്രി 9 മണി വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 8, 9, 10, 11 ദിവസങ്ങളും, അത് കഴിഞ്ഞാൽ പിന്നെ 16 ഉച്ചകഴിഞ്ഞ് 17, 18, 19, 20 ദിവസങ്ങളും, ശേഷം 23 രാത്രി 9:30 ശേഷം 24, 25, 26 മധ്യാഹ്നം വരെയും, അതിനുശേഷം 29, 30 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസം താരതമ്യേന ആദ്യ പകുതി വളരെ ഗുണകരമാണ്. 2ാം പകുതിയിലും ഇവർക്ക് നേട്ടങ്ങളുണ്ട്. പക്ഷേ കർമ്മരംഗത്ത് ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ആദ്യത്തെ ആഴ്ച കഴിയുമ്പോൾ, ഒക്ടോബർ മാസത്തിലെ ആദ്യ ആഴ്ച കഴിയുമ്പോൾ ഇവർക്ക് ഈ ധനുക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ മുഖേനയും, അതുപോലെ തന്നെ ധനുക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ പ്രവർത്തന ഇടങ്ങളിൽ പുരുഷന്മാർ മുഖേനയും ശല്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശല്യം എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമായ ശല്യമല്ല, മറിച്ച് അവരുടെ ജോലിയെ ബാധിക്കുന്ന ശല്യമാണ്. അതും വ്യക്തിപരം തന്നെ ആണെങ്കിലും അതിൽ ഉദ്ദേശിക്കുന്നത് കൂടുതലും അവരുടെ തൊഴിലിനെ തടയുക, തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന വരുമാനത്തെ തടയുക തുടങ്ങിയ കാര്യങ്ങൾ ലാക്കാക്കി ചില പ്രവർത്തനങ്ങൾ ചെയ്യാം. പൊതുവേ തന്നെ കഴിഞ്ഞ കുറേ കാലമായി കർമ്മരംഗത്തേക്ക് ഇവർക്ക് ഇത്തരം തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ ഈശ്വരാനുഗ്രഹം കൃത്യമായുണ്ട്.
ഈ മാസം പകുതിക്ക് ശേഷവും വലിയ ബലമുള്ള ആസ്തിയുള്ള ശക്തമായ ഒരു ഭാവത്തിലേക്കാണ് ഈശ്വര ചൈതന്യം ഏറ്റവും കൂടുതലുള്ള വ്യാഴം പോകുന്നതിനാൽ എട്ടിലെ ദോഷം വലുതായി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്തുണ്ടാകാവുന്ന ദോഷങ്ങൾക്കൊരു പരിധിയുണ്ട്. അതിനെ അതിജീവിക്കാൻ പ്രാർത്ഥനകൾ കൊണ്ട് തന്നെ ഇവർക്ക് സാധിക്കും. ധനം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ധനപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ ചില അനാസ്ഥകൾ ഉണ്ടാകാം. പ്രത്യേകിച്ചും കബളിപ്പിക്കപ്പെടാം ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഓരോ കാര്യത്തിലും ശ്രദ്ധ വേണം. മറ്റൊന്ന്, ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും യാതൊരു പരിഗണനയും കൊടുക്കാതെ ഉഴപ്പി ജീവിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് കാൽപാദങ്ങളും ഹൃദയവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞരമ്പ് സംബന്ധമായ രോഗാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ കേൾക്കുന്ന മാത്രയിൽ അതിനൊരു നിസ്സാരത കൊടുക്കും. പക്ഷേ ശരിക്കും ചലനശേഷിയെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മസിൽസിനെ ബാധിക്കാം. അതുപോലെ തന്നെ കാൽപാദങ്ങളിലെ മൂവ്മെൻറ്റ്സ് അതിനെ ശ്രദ്ധിക്കാനൊക്കെയുള്ള ചലനശേഷിയെ ബാധിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ആത്മപരിശോധനയുടെ ഭാഗമെന്ന നിലയിൽ ചിലപ്പോൾ ചിലരുടെ ഇടപെടലോ ചിലരുടെ ദേഷ്യപ്പെട്ടുള്ള വരവോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചില ആത്മവിശ്വാസക്കുറവോ വിഷമമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒട്ടുമേ ഭയക്കണ്ട, അതൊരു കറക്ഷണൽ പീരീഡാണ്. സ്വന്തം കുഴപ്പങ്ങളെ കണ്ടെത്തി അതിനെ മാറ്റുന്ന ഒരു നീതീകരണ പ്രക്രിയയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഈശ്വരാധീനം അതിലുണ്ട്. ധനപരമായി നല്ല നേട്ടം വരുന്നുണ്ട്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം ചിലപ്പോൾ ലോട്ടറി വരെ അനവസരത്തിൽ ഇവർക്കടിക്കാം. അനവസരത്തിലെന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും ധനപരമായ ഒരു വരവ് ഇവരിലേക്ക് വരുന്നത്. നിരാശയുടെ മേൽ വലിയ പ്രതീക്ഷയോടുകൂടി മഴ പെയ്തിറങ്ങുന്ന ഒരു അവസ്ഥയാണത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ ഗുണകരമായ ഒരു കാലമുണ്ടാകുന്നു. പ്രത്യേകിച്ചും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ധനപരമായി. എന്നാൽ ആരോഗ്യ സംബന്ധമായി ഈ മാസം അല്പം ശ്രദ്ധ വേണം. ചില ശസ്ത്രക്രിയയിലൂടെ അവസാനത്തെ ആഴ്ച കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഈ മാസത്തിൻ്റെ അവസാന ആഴ്ച. അതുപോലെ തന്നെ കർമ്മരംഗത്ത് ഇവർ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് അവരുടെ കർമ്മരംഗത്ത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചിലപ്പോൾ അവരുടെ മേലധികാരികളുമായി തർക്കമുണ്ടാകാൻ, നാം രണ്ടാം പകുതിയിൽ അതൊക്കെ മാറി ഇതേ മേലധികാരികൾ തന്നെ ഇവരെ പ്രശംസിക്കുന്നതായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വർധനവ് ഇവരുടെ കർമ്മമേഖലയിൽ സൃഷ്ടിക്കുന്നതായും കാണുന്നു. അതുകൊണ്ട് പൊതുവേ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും വരവിൻ്റെ കാര്യത്തിലും വലിയ ദോഷമില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ചിലരുടെ പ്രവർത്തനങ്ങളാൽ ഇവർക്കുണ്ടാകുന്ന മനോവിഷമങ്ങളുമാണ് ഇവർ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്ടോബർ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി ഉച്ചവരെ താരതമ്യേന നല്ലതാണ്. ശേഷം 3-ാം തീയതി രാത്രി 9:30 ശേഷം 4, 5, അത് കഴിഞ്ഞാൽ പിന്നെ 10, 11, 12, 13, അതിനുശേഷം പിന്നെ ഗുണമുള്ളത് 19, 20, 21, 22, 23 രാത്രി 9:30 വരെ. ശേഷം 26 മധ്യാഹ്ന ശേഷം 27, 28 പിന്നെ 31 ദിവസങ്ങളും താരതമ്യേന മേന്മയുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും മാസത്തിൻ്റെ 2ാം പകുതി, ഒക്ടോബർ മാസത്തിൻ്റെ 2ാം പകുതിയാണ് കൂടുതൽ ഗുണം. വിചാരിച്ച കാര്യങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് പോവുക, വിചാരിച്ച പ്രവർത്തനങ്ങൾ ഓക്കെ ആവുക, തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് ചില സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുക, അല്ലെങ്കിൽ തുടങ്ങിയ സംരംഭങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ കശവിശകളോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് അറുതി ഉണ്ടാവുക, സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുക, വിദേശത്ത് പോകാനുള്ള യാത്ര തുറന്നു കിട്ടുക, അതുപോലെ തന്നെ സാമ്പത്തികമായി എന്തെങ്കിലും വിഘ്നം ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സത്തിന് വഴിമാറ്റം ഉണ്ടാവുക, തടസ്സം മാറിക്കിട്ടുക. ആരോഗ്യ സംബന്ധമായി അനാസ്ഥയുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാവുക, ഒരു ഉണർവുണ്ടാവുക. വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിക്കുക, വിദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നാട്ടിൽ തുടങ്ങാൻ സാധിക്കുക, അത്തരം സ്ഥലങ്ങളിൽ ജോലി കിട്ടുക, അത്തരം സ്ഥലങ്ങളിൽ ജോലി ഉണ്ടായിരുന്നതിന് ഉയർച്ചയുണ്ടാവുക, പഠന സംബന്ധമായ കാര്യങ്ങളിലും ഗുണമുണ്ടാവുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഇവർക്ക് മാസത്തിൻ്റെ 2ാം പകുതി തൊട്ട് ഗുണകരമായി വരുന്നു. തടസ്സമുണ്ടായിരുന്ന കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. ശത്രുതാ മനോഭാവത്തിൽ നിന്നിരുന്നവർ അതൊക്കെ മാറി തിരിച്ച് മിത്രമായി വരുന്നു, അല്ലെങ്കിൽ അവരുടെ സഹകരണം ഉണ്ടാകുന്നു. ഏറ്റവും കുറഞ്ഞ പക്ഷം അവരുടെ ഉപദ്രവം കുറയുന്നു. അതുപോലെ തന്നെ ഉദര സംബന്ധമായി രോഗമുണ്ടായിരുന്നവർക്ക് അതിന് മാറ്റമുണ്ടാകും. മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്
മാസത്തിൻ്റെ രണ്ടാം പകുതിയാണ് അവരുടെ കർമ്മരംഗത്ത് കൂടുതൽ ഗുണകരമെന്ന് പറഞ്ഞു. ആദ്യ പകുതി ചിലപ്പോഴെങ്കിലും മേലധികാരികളുമായി തർക്കമോ പ്രശ്നമോ ഉണ്ടാകാം. ചിലപ്പോൾ പിതാവിന് ഈ മകരനക്ഷത്രത്തിൽ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷമോ ആരോഗ്യ സംബന്ധമായ പ്രശ്നമോ സാമ്പത്തിക സംബന്ധമായ കുഴപ്പമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ഹൃദയ സംബന്ധമായോ നയന സംബന്ധമായോ ഞരമ്പുകൾ സംബന്ധമായോ എന്തെങ്കിലും അസ്കിതയോ രോഗമോ ഉണ്ടാവാം. ഇതേ നക്ഷത്രക്കാർക്കും അത്തരം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇനി ഈ പിതാവിൻ്റെ ദോഷാവസ്ഥ കാരണം ഒരുപക്ഷെ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇവരുടെ ഏതെങ്കിലുമൊക്കെ യാത്രയോ അല്ലെങ്കിൽ മറ്റു ചില പ്രവർത്തനങ്ങളോ താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് തടയപ്പെടുന്നതായി കാണുന്നു. അതൊന്നും ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. രണ്ടാം പകുതി കൂടുതൽ സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ച വളരെ സാമ്പത്തിക നേട്ടം കാണുന്നു. ഒരുപക്ഷെ മാസത്തിൻ്റെ തുടക്ക ആഴ്ചകളിൽ ആദ്യത്തെ 3 ആഴ്ചകളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ അവസാന ആഴ്ച കിട്ടുന്നതായി കാണുന്നു. മാസത്തിൻ്റെ ലാസ്റ്റ് വീക്കിൽ ഇവർക്ക് ധനപരമായി നല്ല നേട്ടം കാണുന്നു. പ്രവർത്തനങ്ങളുടെ അടയാളം, വിജയത്തിൻ്റെ അടയാളം പ്രത്യക്ഷത്തിൽ തന്നെ സത്വരമായി ഇവരുടെ മുമ്പിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഈ ആവേഗത്തിൻ്റെയും അതുപോലെ തന്നെ ആവേശത്തിൻ്റെയും ഫലമായി ശ്രദ്ധിക്കാതെയുള്ള യാത്രകൾ, അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി ഒട്ടും ശ്രദ്ധിക്കാതെ ഉറക്കമെണീറ്റുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ, ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ തീയോ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടോ പ്രവർത്തിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. അപകട സാധ്യതകൾ, എല്ല് പൊട്ടാനോ മജ്ജ രക്തം വാർന്നു പോകാനോ ഒക്കെ പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1 ഉച്ചകഴിഞ്ഞ് 2, 3 രാത്രി 9 മണി വരെ, അത് കഴിഞ്ഞാൽ 6, 7 തിരിച്ച് 12, 13, 14, 15, 16 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ 21, 22, 23 രാത്രി 9 വരെ, 23 രാത്രി, 24, 25, 26 മധ്യാഹ്നം വരെ, അത് കഴിഞ്ഞാൽ പിന്നെ 29, 30 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളവും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ യാത്രകൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ വളരെ ഗുണകരമായിട്ട് വരുന്നുണ്ട്. ആദ്യ പകുതിയിൽ ഇവർ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും വളരെ നന്നായി പോകുന്നു. രണ്ടാം പകുതി മോശമെന്നല്ല, രണ്ടാം പകുതിയിൽ ഒരല്പം തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. എന്നാലും ഒടുവിൽ അത് വിജയമായി തന്നെ മാറുന്നു. അതുപോലെ തന്നെ ഇവർ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരുന്ന അവസ്ഥ കാണുന്നുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി താൽക്കാലികമായിട്ടെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടാകുന്നതായി കാണുന്നു. ചിലപ്പോൾ അത് ജീവിത പങ്കാളിയുമായിട്ടാവാം, അല്ലെങ്കിൽ പ്രണയിനിയുമായിട്ടാവാം. എന്തായാലും ഒരു അകൽച്ച വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഡയബറ്റിക്സ് ഉള്ളവർ, ഈ നക്ഷത്രക്കാർ, പ്രായാധിക്യമുള്ളവർ ശ്രദ്ധിക്കണം. അവർക്ക് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോവർ അബ്ഡമിൻ ഭാഗങ്ങളും തുടകളുമൊക്കെ അവിടുത്തെ മസിൽസിനുമൊക്കെ രോഗമുണ്ടാവാനുള്ള സാധ്യത, അവശതകൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മാസത്തിൻ്റെ തുടക്കത്തെ ആഴ്ചകൾ, അതായത് മാസത്തിൻ്റെ ആദ്യത്തെ 3 ആഴ്ചകൾ പിതാവിന് അത്ര നല്ലതല്ല എന്ന് കാണുന്നു. അതോടൊപ്പം തന്നെ ചില യാത്രകൾ വിദേശവുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്തിരുന്നത്, ആസൂത്രണം ചെയ്തിരുന്നത് മാസത്തിൻ്റെ ഒടുവിലത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒടുവിലത്തെ 10 ദിവസങ്ങളിലായിരിക്കും ആക്റ്റീവായി നടക്കാൻ സാധ്യതയുള്ളത്. ആദ്യത്തെ 20 ദിവസങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അത് ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായി വരാം. എന്നാൽ അതുകൊണ്ട് ദോഷമൊന്നും കാണുന്നില്ല. സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഇവരുടെ വ്യഗ്രതയും ഇവരുടെ ചുണയും ചുറുചുറുപ്പും ഒന്നും നഷ്ടപ്പെടുന്നതായി കാണുന്നില്ല. പ്രത്യേകിച്ചും മാസത്തിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾ വളരെ ആക്റ്റീവായി ഇവർ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ പാലിക്കപ്പെട്ട വാഗ്ദാനങ്ങൾ, അതൊക്കെ തന്നെയും ഇവർക്ക് വിജയത്തിൻ്റെ അടയാളങ്ങളായി മാറുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന ആത്മാർത്ഥത, കൃത്യത, നീതിപൂർവമായ അവസ്ഥ, ഇതെല്ലാം തന്നെ ഇവർക്ക് ഭാവിയിൽ ഗുണം നൽകുന്ന കാര്യമായി മാറുന്നു. ആഴ്ചയുടെ ആദ്യ പകുതി ഇവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലെ നീക്കുപോക്കുകൾ, അത് എഴുത്തുകുത്തിൻ്റെ ഭാഗമായിട്ടായാലും ചില അനുമതികൾ നേടുന്ന കാര്യത്തിലായാലും അതെല്ലാം ഓക്കെ ആകുന്നു. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അത് ആക്ടിവേറ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. കടബാധ്യതയിൽ നിന്ന് മോചനം ഉണ്ടാകുന്ന തരത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായി കാണുന്നു. ചില വായ്പകൾ ഇവർക്ക് അനുവദിച്ച് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. രോഗാവസ്ഥകൾ ഞാൻ പറഞ്ഞു. പ്രത്യേകമായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ലോവർ അബ്ഡമിൻ ഭാഗവും അതുപോലെ തന്നെ ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളും മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും ആണ്. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിനും ചില ആരോഗ്യാവസ്ഥകളും അപകടസ്ഥിതികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മാസത്തിലെ ആദ്യത്തെ 3 ആഴ്ചകൾക്കുള്ളിൽ ജീവിത പങ്കാളിക്ക് പ്രശ്നമുണ്ടാകാം. ഡയബറ്റിസ് ഉള്ളവർ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ
നല്ല ദിവസങ്ങൾ, ഒക്ടോബർ മാസത്തെ നല്ല ദിവസങ്ങൾ കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 1-ാം തീയതി ഉച്ചവരെയും, ശേഷം 3 രാത്രി 9:30 ശേഷം 4, 5, പിന്നെ 8, 9, അതിനുശേഷം 14, 15, 16, 17, 18, അത് കഴിഞ്ഞാൽ പിന്നെ 23 രാത്രി 9:30 ശേഷം 24, 25, 26 മധ്യാഹ്നം വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ മധ്യാഹ്നം വരെയും, അത് കഴിഞ്ഞ് 27, 28 ഗുണം തന്നെയാണ്. ശേഷം 31 ഗുണമുള്ള ദിവസമായി കാണുന്നു താരതമ്യേന. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജന്മശനി അവരെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ മാസം പകുതിക്ക് ശേഷം അവർക്ക് വളരെ ഗുണകരമായ ഒരു ഭാഗ്യാവസ്ഥ കൈവരുന്നതായി കാണുന്നു. ചിലപ്പോൾ അത് സാമ്പത്തിക ഭദ്രതയുടെ രൂപത്തിലാവാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ ഉണ്ടായിരുന്ന ഭയാശങ്കകൾ മാറി ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള അവരുടെ ദോഷാവസ്ഥകൾ മാറുന്നതായിട്ട് കാണുന്നു. ആശങ്കകൾ ഇല്ലാതെയാവുന്നു, ധനപരമായ നേട്ടമുണ്ടാകുന്നു, പൊതുവെ ഭാഗ്യവും ഈശ്വരാധീനവും ജീവിതത്തിൽ കൈവരുന്നതായി കാണുന്നു. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലായാലും ശരി, അവരുടെ കഴിവുകളുടെ കാര്യത്തിലായാലും ശരി, അഭിമാന പുരസ്സരം അത് ഏറ്റുവാങ്ങാനുള്ള അവസരം ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ ചില യാത്രകൾ, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതീക്ഷകൾ അത് പൂവണിയുന്നതായി കാണുന്നു. ജീവിത പങ്കാളിയുമൊത്ത് വിദേശത്ത് പോകാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് വിദേശത്ത് ജോലിയിൽ സുരക്ഷിതത്വമോ ഉയർച്ചയോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവിടുത്തെ അന്വേഷണത്തിന്, ഭാഗ്യകരമായ അന്വേഷണത്തിന് ശുഭകരമായ ഒരു അറുതി ഉണ്ടാവുകയോ ചെയ്യുന്നതായി കാണുന്നു. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിന്നേക്കാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് വലിയ സുഖകരമായ അവസ്ഥകളൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരുമിച്ച് ജീവിച്ചു പോകുന്ന ഒരവസ്ഥ അകലെ നിന്നായാലും ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ലൈഫ് പാർട്ട്നേഴ്സിൻ്റെ, ജീവിത പങ്കാളിയുടെ ബന്ധുക്കൾക്ക്, അച്ഛനോ അമ്മയ്ക്കോ രോഗാവസ്ഥകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വാർദ്ധക്യ സഹജമായോ അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങളോ അശ്രദ്ധ കാരണം പെരുകി ഇപ്പോൾ എന്തെങ്കിലും ചില ആശുപത്രിവാസത്തിനുള്ള സാധ്യത കാണുന്നു. അതായത് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിയുടെ ബന്ധുക്കൾക്ക്, ആശ്രിതർക്കാണ് അത് കൂടുതലായും കാണുന്നത്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ മാസത്തിൻ്റെ ആദ്യത്തെ 3 ആഴ്ചകൾക്ക് ശേഷം, അതായത് ഒക്ടോബർ മാസം 21 ശേഷമൊക്കെ ശാരീരികമായ അവശത ഉണ്ടാകാം. പിതാവിന് ദോഷാവസ്ഥ കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ മാസത്തിൻ്റെ അവസാനത്തെ 10 ദിവസമാണ് കൂടുതൽ ആക്ടിവേറ്റഡ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ധനപരമായ നേട്ടം, യാത്രകളിൽ വിജയം, പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ സക്സസ്ഫുള്ളായി മുമ്പോട്ട് പോകാനുള്ള സാധ്യത, അടുത്ത സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ഇവരുമൊത്തുള്ള സംരംഭങ്ങൾ വളരെ നന്നായി മുന്നോട്ട് പോകാനുള്ള സാധ്യത, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, അതുമായി ബന്ധപ്പെട്ട് പണം ചിലവഴിക്കുക, ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പണം ഈ നക്ഷത്രക്കാർക്ക് കിട്ടുക തുടങ്ങിയ പല കാര്യങ്ങളും കാണുന്നുണ്ട്. കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ 2-ാം പകുതിയിൽ പൊതുവേ ഭാഗ്യവും ഐശ്വര്യവും ധനപരമായ നേട്ടവുമാണ് ഉണ്ടാകുന്നത്. ആരോഗ്യ സംബന്ധമായി ഇവർ ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ പിതാവിന് രോഗാവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ നട്ടെല്ല് സംബന്ധമായോ ഈ മൂലാധാരം, വസ്തിപ്രദേശം, അതിൻ്റെയൊക്കെ പുറകു, അതായത് വയറിൻ്റെ നേരെ പുറകുവശത്ത്, പൊക്കിൾ കൊടിയുടെയൊക്കെ പുറകുവശത്തായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില അലർജി അസുഖങ്ങൾ, നീർക്കെട്ട്, ഇതുമായി ബന്ധപ്പെട്ട് അസാധ്യമായ പെയിൻ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 3 രാത്രി 9:30 വരെയും, അത് കഴിഞ്ഞാൽ 6, 7 ദിവസവും, പിന്നെ 10, 11, അത് കഴിഞ്ഞാൽ പിന്നെ 16 ഉച്ച കഴിഞ്ഞ് 17, 18, 19, 20, അത് കഴിഞ്ഞാൽ പിന്നെ 26 മധ്യാഹ്ന ശേഷം 27, 28, 29, 30 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന്, ധർമ്മശാസ്താവിന്, അയ്യപ്പസ്വാമിക്ക്, നവഗ്രഹങ്ങളിൽ ശനീശ്വരന് കറുത്ത പട്ട് സമർപ്പിക്കുക, കടുംപായസം കഴിപ്പിക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക. കലിയുഗത്തിൽ ജപം പരമപ്രധാനം. ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. കാക്കകൾക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശനം നടത്തുക, പാൽപ്പായസ നൈവേദ്യം നടത്തുക, നെയ്വിളക്ക് കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ഓം നാഗായ നമഃ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരത്തിന് നാഗങ്ങൾക്ക് 100 പാലും നൽകുക.
ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഗണപതിയെ സ്തുതിക്കുക. കേതുദോഷ പരിഹാരത്തിന് കർഗമാല അർപ്പിക്കുക. അതുപോലെ നാളികേരം മുടയ്ക്കുക, ഉണ്ണിയപ്പ നിവേദ്യം ചെയ്യുക. എല്ലാവർക്കും നല്ല മാസമാവട്ടെ ഒക്ടോബർ എന്ന ആശംസകളോടെ തൽക്കാലം പിരിയുന്നു.